കാട്ടാന ശല്യം തടയാൻ ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച വൈദ്യുതി വേലിയിൽ വൻ ക്രമക്കേട് നടന്നതായി വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയതായി സൂചന. ചെറുപുഴ പഞ്ചായത്തിലെ ചേനാട്ടുകൊല്ലി മരുതന്തട്ട് മേഖലയിലെ വൈദ്യുതി വേലി നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ഗുരുതര ക്രമക്കേടുകൾ പുറത്തുവന്നത്. കാനംവയലിലെ നല്ലക്കുന്നിൽ ഷിജു മാത്യു കണ്ണൂർ വിജിലൻസ് ഡിവൈഎസ്പിക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് അന്വേഷണം ആരംഭിച്ചത്. പദ്ധതിക്കായി ചെറുപുഴ പഞ്ചായത്ത് 5 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. 2025 ഓഗസ്റ്റിൽ നിർമ്മാണം ആരംഭിച്ച കരാറുകാരൻ ഡിസംബറിൽ പദ്ധതി പൂർത്തിയായതായി കാണിച്ച് ബിൽ മാറിയെടുത്തതായും കണ്ടെത്തി. കരാർ വ്യവസ്ഥ പ്രകാരം 327 GI പൈപ്പുകളും 15 കോർണർ പോസ്റ്റുകളും സ്ഥാപിക്കേണ്ടതായിരുന്നു. എന്നാൽ സ്ഥലത്ത് 127 പൈപ്പുകളും ഒരു കോർണർ പോസ്റ്റും മാത്രമാണ് കണ്ടെത്തിയത്. പല ഭാഗങ്ങളിലും ആവശ്യമായ പോസ്റ്റുകൾ സ്ഥാപിക്കാതെയാണ് കമ്പി വലിച്ചതെന്നും അന്വേഷണത്തിൽ വ്യക്തമായി. GI പൈപ്പുകൾ ഉപയോഗിക്കേണ്ട സ്ഥലങ്ങളിൽ സാധാരണ ഇരുമ്പു പൈപ്പുകൾ സ്ഥാപിച്ച് അലുമിനിയം പെയിന്റ് അടിച്ചാണ് ജോലികൾ നടത്തിയതെന്നും പരാതിയിൽ പറയുന്നു. മേൽനോട്ട ചുമതലയുള്ള ജില്ലാ പഞ്ചായത്ത് എഞ്ചിനീയർ സ്ഥലം സന്ദർശിക്കാതെയാണ് ബിൽ പാസാക്കിയതെന്ന വിവരവും വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട്. തുടക്കം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നവംബറിലാണ് ഇതിന്റെ വർക്ക് തുടങ്ങിയത്. നവംബറിൽ വർക്ക് തുടങ്ങി അവർ ഡിസംബറിൽ ബില്ല് മാറിപ്പോയി. 5 ലക്ഷം രൂപയുടെ പ്രൊജക്റ്റ് ആയിരുന്നു. അതിനകത്ത് ഈ 327 കാലാണ് പോസ്റ്റ് കാലാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കേണ്ടത്. അതിൽ നിലവിൽ ഉപയോഗിച്ച് 137 ഉപയോഗിച്ചിട്ടുള്ളൂ. അതും എനിക്ക് തോന്നുന്നു 950 രൂപ മാർക്കറ്റിട്ടാണ് അവർ പോസ്റ്റ് അടിച്ചേക്കുന്നത്. അതും GI പോസ്റ്റാണ് നിലവിൽ ഇടേണ്ടതാണ് എൻ്റെ അറിവ്. ഇവരിട്ടത് ഇരുമ്പ് പോസ്റ്റാണ്. ഇരുമ്പ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇരുമ്പ് പോസ്റ്റിന് പകരം അവർ ഇരുമ്പ് പോസ്റ്റ് കൊണ്ടെന്ന് വെച്ചിട്ട് അവർ അലുമിനിയം പെയിന്റ് അടിക്കുക. ഇതേ കണക്കാണ് ഇപ്പം പൈപ്പ് നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ വർക്ക് തീർന്നില്ലാതെ ബില്ല് മാറിപ്പോയപ്പോഴാണ് ഞങ്ങൾ വിവരം അറിഞ്ഞ് ഞങ്ങൾ അന്വേഷിച്ച് വർക്ക് ചെന്നപ്പോഴാണ് സജീവൻ എന്ന് പറഞ്ഞ ആളാണ് ഒരാൾ, പിന്നെ മുകുന്ദൻ എന്നോ അങ്ങനെയുണ്ടൊരു എഞ്ചിനീയറുണ്ട്. ഇവരെല്ലാം വിളിച്ചു. അപ്പം അവർ പറഞ്ഞു ഞങ്ങൾ വരാം. ഞങ്ങൾ വിളിക്കുന്നത് ജനുവരി 15 വിളിച്ച് സജീവൻ സാറുമായിട്ട് സംസാരിക്കുന്നത്. അത് കഴിഞ്ഞ് ലാസ്റ്റ് അയാൾ 17-ാം തീയതി വന്നു. ഇവിടെ വന്ന് ജനപ്രതിനിധികളും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അടക്കം ഒരു എഗ്രിമെൻ്റ് ഒക്കെ ആക്കിയിട്ട് പോയിരുന്നു. അടുത്ത ഫെബ്രുവരി 10 മുമ്പ് വർക്ക് തീർത്ത് തന്നോളാമെന്നും അവർക്ക് എഗ്രിമെൻ്റ് ചെയ്തു. ഈ വന്ന സജീവൻ സാറും വൈസ് പ്രസിഡന്റ് മെമ്പർ ഈ ഗ്രീൻ ബാഗ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ആൾ ഞങ്ങൾ ഇവിടെ നാട്ടിലെ ആൾ കൂടിയിട്ടാണ് എഗ്രിമെൻ്റ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് വേറൊരു ഫോളോ അപ്പ് നടക്കുന്നുമില്ല, ഇവർ വർക്ക് ചെയ്യുന്നുമില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് പിന്നെ ബാക്കിയുള്ള നടപടികളിലേക്ക് ഞങ്ങൾക്ക് പോകേണ്ടി വന്നത്. അങ്ങനെ ആ ഇതും വെച്ചിട്ടാണ് ഞാൻ വിജിലൻസിന് പരാതി കൊടുത്ത് അവർ ഇന്നലെ വന്ന് എൻക്വയറി ചെയ്ത് പോയിട്ടുണ്ട്. ബാക്കി ഫോളോ അപ്പ് അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ബാക്കിയുള്ള വിവരങ്ങൾ പിന്നീട് പറയാമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നിർമ്മാണത്തിലെ പോരായ്മകൾ കാരണം പല ഭാഗങ്ങളിലും വൈദ്യുതി വേലി തകർന്നതോടെ കാട്ടാനകൾ കൃഷിയിടങ്ങളിലേക്ക് കടന്നുകയറുന്ന സാഹചര്യം ഉണ്ടായതായും പ്രദേശവാസികൾ ആരോപിക്കുന്നു. ഈ വേലി ആദ്യം വയനാടുകാർ ജാഫറൊക്കെയാണ് പിന്നെ ബിനോയും ഇവരെ കൂടെ കോൺട്രാക്ട് എടുത്തിട്ട് പണിയെടുത്തത്. അപ്പോൾ ആ കാലഘട്ടങ്ങളിലൊന്നും ഇവിടെ ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ഈ ഷാജി ഇവിടെ വന്ന് പണിയാൻ തുടങ്ങിയ പിന്നെയാണ് ഈ പ്രശ്നങ്ങൾ മുഴുവനും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ 45 കൊല്ലം മുമ്പിട്ട വേലി കർണാടക ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ മുണ്ടറോഡ് കണ്ടം, അതായത് കലവന കുഞ്ഞാറിൻ്റെ ഒക്കെയാണ്. അതിനകത്ത് നോക്കിയെന്നാൽ അറിയാം, അത് ബാറ്ററി വല്ല വീക്കായി അങ്ങനെ എന്തെങ്കിലും സിസ്റ്റം തകരാറായിട്ടല്ലാതെ ആന അവിടെ കയറിയിട്ടില്ല ഇതുവരെ. ഇവിടെ പണി കഴിയുന്നതിന് മുമ്പേ ആന കയറാൻ തുടങ്ങും. പിന്നെ ഇവനോട്ട് വന്ന് ചെയ്യുകയില്ല. ആർക്കും ജനങ്ങൾക്കാർക്കും അതിൻ്റെ ഇതൊന്നും പറഞ്ഞും കൊടുക്കുകയില്ല, ഒന്നുമില്ല. പിന്നെ മര്യാദയ്ക്കോട്ട് പണിയെടുത്തത് തീർത്തിട്ടില്ല ഇതുവരെ. ഇങ്ങനെയൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. വിഷയം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് ഫെബ്രുവരിയിൽ വേലി പുനർനിർമ്മിക്കാമെന്ന് കരാറുകാരൻ ഉറപ്പു നൽകിയിരുന്നുവെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല. ഇതോടെയാണ് വിജിലൻസിന് പരാതി നൽകിയത്. വിജിലൻസിന്റെ നിർദ്ദേശപ്രകാരം ചെറുപുഴ പഞ്ചായത്ത് എഞ്ചിനീയറിംഗ് വിഭാഗം സ്ഥലത്ത് പരിശോധന നടത്തി. വിശദമായ റിപ്പോർട്ട് ഉടൻ വിജിലൻസിന് കൈമാറുമെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചത്. ക്രമക്കേടിന്റെ വ്യാപ്തി പുറത്തുവന്നതോടെ കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ. വേൾഡ് വിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം. ലോകോത്തര കമ്പനികളുടെ AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, LED TVകൾ, ഹോം തിയേറ്റേഴ്സ്, മിക്സർ ഗ്രൈൻഡേഴ്സ്, OTG ഓവനുകൾ, ഗ്യാസ് സ്റ്റവ്, ഫാൻ, അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ. വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ, മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ് ഷോറൂം.